നമസ്കാരം. ലോകത്തിലെ ഏറ്റവും ജനപ്രിയ ഷോർട്ട് വീഡിയോ ആപ്പായ ടിക്ടോക്ക് ഇന്ത്യയിലേക്ക് തിരിച്ചെത്തുന്നതായാണ് സൂചന. ചൈനീസ് ആപ്പായ ടിക്ടോക്കിനെ 5 വർഷങ്ങൾക്ക് മുമ്പാണ് കേന്ദ്ര സർക്കാർ സുരക്ഷാ കാരണങ്ങളാൽ ചൂണ്ടിക്കാട്ടി നിരോധനം ഏർപ്പെടുത്തിയത്. ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ബന്ധം അതിർത്തിയിലെ പ്രശ്നങ്ങൾ കാരണം വഷളായതിന് പിന്നാലെയായിരുന്നു ഇത്. ഇപ്പോൾ ഇരു രാജ്യങ്ങൾക്കിടയിലെ ബന്ധം വീണ്ടും നല്ല രീതിയിൽ പോകുന്നു എന്ന സൂചനയുടെ തുടക്കമാണ് ഇന്ത്യയിൽ ലഭിച്ചു തുടങ്ങിയത്. എന്നാൽ ഇതുവരെ ടിക്ടോക്കിന്റെ മൊബൈൽ ആപ്പ് ഗൂഗിൾ പ്ലേ സ്റ്റോറിലും ആപ്പിൾ ആപ്പ് സ്റ്റോറിലും തിരികെ എത്തിയിട്ടില്ല. മോദി ചൈനയിൽ സന്ദർശനം നടത്തുന്നു എന്ന വിവരം പുറത്തു വന്നതോടെയാണ് ഈ രീതിയിൽ ഒരു വാർത്ത വന്നു തുടങ്ങിയത്. ടിക്ടോക്കിന്റെ ഇന്ത്യയിലേക്കുള്ള മടങ്ങിവരവ് സംബന്ധിച്ച് ഔദ്യോഗികമായ ഒരു സ്ഥിരീകരണവും ടിക്ടോക്കിന്റെയോ മാതൃ കമ്പനിയായ ബൈറ്റ് ഡാൻസിന്റെയോ ഭാഗത്തു നിന്നും ഒരു ഔദ്യോഗിക പത്രക്കുറിപ്പ് ഒന്നും തന്നെ പുറത്തു വന്നിട്ടില്ല. അതുമാത്രമല്ല, ടിക്ടോക്ക് ഇന്ത്യയിൽ തിരികെ വരുന്നു എന്ന വാർത്ത കേന്ദ്ര സർക്കാർ അധികാരികൾ തള്ളിക്കളയുകയാണ്. അതേസമയം എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു സംശയം എന്താണെന്നാൽ, ഹരിയാനയിലെ ഗുരുഗ്രാമിൽ ഓഫീസ് വീണ്ടും തുറക്കാനുള്ള സാധ്യത ഉണ്ട് എന്ന സൂചന നൽകിക്കൊണ്ട് ടിക്ടോക്കിന്റെ മാതൃ കമ്പനി ഇന്ത്യയിൽ 2 ഒഴിവുകളിലേക്ക് പരസ്യം പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ലിങ്ക്ഡിനിൽ ഒരു പരസ്യം നൽകിയിരിക്കുന്നതും അത് പ്രകാരം ബൈറ്റ് ഡാൻസ് ബംഗാളി ഭാഷയ്ക്കായി കണ്ടന്റ് മോഡറേറ്ററെയും അതോടൊപ്പം തന്നെ വെൽ ബീയിങ് പാർട്ണർഷിപ്പ് ആൻഡ് ഓപ്പറേഷൻസ് ലീഡിനെയും തേടുന്നുവെന്ന അറിയിപ്പാണ് വന്നിട്ടുള്ളത്. ഓൺലൈനിൽ ഉള്ളടക്കം മോഡറേഷൻ ചെയ്യാനും ഉപഭോക്താക്കളുടെ സുരക്ഷയ്ക്കുമാണ് പ്രധാനമായും ഉത്തരവാദിത്വം നൽകുന്നത്. ഇതിൽ ഒന്നാമത്തെ കാര്യം, ടിക്ടോക്കിലെ ഉള്ളടക്കങ്ങൾ എല്ലാം ഫിൽട്ടർ ചെയ്യുമെന്നും നിരീക്ഷിക്കുമെന്നാണ് കമ്പനി പറയുന്നത്. കൂടാതെ രണ്ടാമത്തെ കാര്യം എന്നത്, ഒരു മുതിർന്ന വ്യക്തിയെ ചുമതലപ്പെടുത്തിക്കൊണ്ട് ക്ഷേമ പരിപാടികൾ നിർമ്മിക്കുകയും കൂടാതെ മറ്റ് സംഘടനകളെ കൈകാര്യം ചെയ്യാൻ, അതായത് ഈ കമ്പനിയിലെ പാർട്ണർഷിപ്പുമായി ബന്ധപ്പെട്ട ആളുകളെ കൈകാര്യം ചെയ്യാനും കൂടാതെ ആഗോള നയങ്ങൾ അതെല്ലാം പാലിക്കുന്നുണ്ടോ എന്ന് ഉറപ്പാക്കുകയും ചെയ്യുന്നതിന് വേണ്ടി ഒരു മുതിർന്ന ഒരു വ്യക്തിയെ നിയമിക്കുമെന്നും കമ്പനി പറയുന്നുണ്ട്. ടിക്ടോക്കിന്റെ വെബ്സൈറ്റ് തങ്ങൾക്ക് ലഭിക്കുന്നില്ല എന്ന് ചൂണ്ടിക്കാട്ടി ഒട്ടേറെ പേർ എക്സ് ഉൾപ്പെടെയുള്ള സോഷ്യൽ മീഡിയകളിൽ പോസ്റ്റുകളും കമന്റുകളും ചെയ്യുന്നുണ്ട്. അതിനാൽ തന്നെ ടിക്ടോക്ക് ഇന്ത്യയിലേക്ക് മടങ്ങിയെത്തുന്നു എന്ന കാര്യത്തിന് യാതൊരു ഔദ്യോഗിക സ്ഥിരീകരണവുമില്ല. ടിക്ടോക്ക് തിരിച്ചു വരുന്നുവെന്ന വാർത്ത വലിയ ആവേശത്തോടെയാണ് ടിക്ടോക്കിന്റെ ഉപഭോക്താക്കളായിരുന്നവർ ഏറ്റെടുത്തത്. ഇന്നത്തെ ഇൻസ്റ്റാഗ്രാം റീൽസും യൂട്യൂബ് ഷോർട്സുമെല്ലാം ടിക്ടോക്കിന്റെ മാതൃക പിന്തുടർന്നവരാണ്. ടിക്ടോക്ക് തിരിച്ചു വരുന്നുവെന്ന വാർത്ത വലിയ ആവേശത്തോടെയാണ് ടിക്ടോക്കിന്റെ ഉപഭോക്താക്കളായിരുന്നവർ ഏറ്റെടുത്തത്. ഇന്നത്തെ ഇൻസ്റ്റാഗ്രാം റീൽസും യൂട്യൂബ് ഷോർട്സുമെല്ലാം ആദ്യം കൊണ്ടുവന്നത് ടിക്ടോക്ക് തന്നെയാണ്. ആ ടിക്ടോക്കിന്റെ ആ ഒരു മാതൃകയാണ് ഇന്നിവർ പിന്തുടരുന്നത്. യൂട്യൂബ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും ഒക്കെ. 2020 ഇന്ത്യ ടിക്ടോക്ക് നിരോധിച്ചതിന് ശേഷമാണ് റീൽസും ഷോർട്സും ജനകീയമായത്. അതുവരെ ടിക്ടോക്കിലായിരുന്നു എല്ലാവരും ഷോർട്സ് വീഡിയോ എടുത്തിരുന്നത്. രാജ്യസുരക്ഷ മുൻനിർത്തിക്കൊണ്ട് ടിക്ടോക്ക് ഉൾപ്പെടെ 59 ചൈനീസ് ആപ്ലിക്കേഷനുകളാണ് 2020 ജൂണിൽ കേന്ദ്ര സർക്കാർ നിരോധനം ഏർപ്പെടുത്തിയത്. രാജ്യത്തിന്റെ ഐക്യത്തിനും അഖണ്ഡതയ്ക്കും പ്രതിരോധ സംവിധാനത്തിനും സുരക്ഷയ്ക്കും ക്രമസമാധാനത്തിനും വെല്ലുവിളി ഉയർത്തുന്നുവെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ആപ്പുകൾ നിരോധിച്ചതെന്നാണ് കേന്ദ്ര സർക്കാർ അന്ന് ഇറക്കിയ പ്രസ്താവനയിൽ പറഞ്ഞത്. നിരോധനം സംബന്ധിച്ച ചർച്ചകൾ അതിനും ഏറെ നാൾ മുമ്പ് തന്നെ നടക്കുന്നുണ്ടായിരുന്നു. ലഡാക്കിൽ ചൈനയുമായുള്ള സംഘർഷം ഉണ്ടായതാണ് ടിക്ടോക്ക് ഉൾപ്പെടെയുള്ള ചൈനീസ് ആപ്ലിക്കേഷനുകൾ അന്ന് നിരോധിക്കാനുണ്ടായ പെട്ടെന്നുള്ള കാരണം. ഇപ്പോൾ ചൈനയുമായി ഇന്ത്യ അടുത്ത സാഹചര്യത്തിൽ വീണ്ടും ഒരു ടിക്ടോക്ക് സൂര്യവെളിച്ചം കാണുമോ എന്നാണ് ജനങ്ങൾ, അതോടൊപ്പം തന്നെ ഈ ടിക്ടോക്കിന്റെ പ്രേമികളെല്ലാം തന്നെ കാത്തിരുന്ന് നോക്കുന്നത്. ന്യൂസ് ഡെസ്ക് തത്വമൈ TV.